ഞങ്ങളുടെ മധ്യസ്ഥനിക്ഷിതാവുമായ യേശുമിശിഹാ മൂലം ഇതിനെ നൽകണമേ. ആമേൻ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്ന് വന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അദൃശ്യമായ രാജാവായി പിതാവും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിനെ ബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം വരെ ക്രിസ്തുവിൻ വിശ്വസ്ത സാക്ഷികളായിരിക്കാൻ കൃപ നൽകുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ദേവാലയത്തിലെ ശുശ്രൂഷയും പൂർണ്ണമാകുകയാണ്. ിരിക്കുന്നു
ഞങ്ങളുടെ പാപനന്മത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടോ? എങ്കിലും മഹാപരിശുദ്ധ ദൈവമാകുന്ന കർത്താവേ, മഹാശക്തിയുടെ കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുടെ രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കരുതേ. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നു. നിങ്ങൾ പ്രാർത്ഥനിക്കുന്നുണ്ട്, കരുണയുള്ള ചെവികൾ അടച്ചു കളയരുത്. എന്നാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയും രക്ഷിതാവേ, മഹായോഗിനും നിത്യനുമായ വിധികർത്താവേ, നിങ്ങളുടെ അടുത്ത നാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയ തന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്നിൽ നിന്റെ ദാസി സ്വസ്ഥത അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി അവരുടെ ശരീരത്തിന് ഒരു വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയറണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമൻ. മുഖംമൂടി പട്ടിയടയ്ക്കുന്നതാണ്. മാതാവിന്റെ ആത്മാവിനെ തന്റെ അടുക്കലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മുഖത്തുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹാ മൂലം നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന നിശ്ചയം ഉറപ്പുള്ള ഭക്തിയാശയോടും കൂടെ നാം ഇവരുടെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അതേ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നുവെന്ന് ആത്മാവ് പറയുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായുടെ ഞാൻ ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. അവിടുത്തെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്കായിട്ട് അവിടെ ഒരുക്കിയിട്ടുള്ള പലതരത്തിലുള്ള പ്രവേശിപ്പാൻ തക്കണം. ഞങ്ങൾ സകല സുഹൃതവും ദൈവത്തിൽ അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗ്രഹിക്കേണ്ടതിന് കർത്താവായ യേശുമിശിഹ മൂലം കൃപ നൽകണമേ. പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിന്റെയും ആവശ്യങ്ങളെ ഞങ്ങൾ മുമ്പിൽ പ്രമേൽപ്പിക്കുന്നു. വിദേശങ്ങളിടത്ത് സ്നേഹവും ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും ആശ്രമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശം നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാർ രക്ഷിതാവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മളോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ.
തന്നെ ആമേൻ. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു ഒരു നാളിൽ ഉയർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. പ്രിയരേ, നിങ്ങൾ കരയരുദേവം പരിശുദ്ധാത്മൻ തള്ളിൽ എന്നെ. തന്റെ വിശുദ്ധ ഒഴുകി ദ്രവിക്കാൻ അനുമതീശൻ അരുളുകയില്ല. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു